യെസ്, എനിക്കിന്ന് പറയാനുള്ളത് വേൾഡ് കപ്പിനെ കുറിച്ചാണ്. വേൾഡ് കപ്പിലാണ് ഇപ്പോൾ കുറച്ചധികം കളികളുണ്ടായിരുന്നു, പ്രമുഖ ടീമുകളുടെ കളികളൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, അർജൻറ്റീന. ആ ഒരു ടീം എഫേർട്ട് ആ ടീമിൽ കാണാം നമുക്ക്. ഒന്ന് ആ ടീമാണ്. രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജർമ്മനി. കഴിഞ്ഞ 2 സീസണുകളായിട്ട് ഗോളടിക്കാത്തൊരു ടീമായിരുന്നു ജർമ്മനി. ഭയങ്കര മാറ്റങ്ങൾ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസ്. ഒലീസനൊന്നും പറയാനല്ല പോലെ, അവൻ മുത്തുകളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത് ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും നല്ല കളി കളിക്കുന്നുണ്ട്, നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട്. ഡിസപ്പോയിൻറ്റഡ് ആക്കിയത് സത്യം പറയാം ബ്രസീൽ, പോർച്ചുഗൽ. എന്ത് മോശം കളിയാണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട്, ന്യായീകരണ വീഡിയോ. ബ്രസീലിനാണ് കുറേ അതുള്ളത് ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ അതല്ല, ഇപ്രാവശ്യത്തെ സീസണിൽ ബ്രസീൽ എനിക്കറിയില്ല എന്താ പറ്റിയിരിക്കണെന്ന്. ഭയങ്കര മോശം കളി. ആ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ തോറ്റു പോയതിനെ കളി. പിന്നൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഇപ്രാവശ്യത്തെ കളി വെച്ചിട്ട് ഏറ്റവും നല്ലൊരു 4 ടീമുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നാമത്തെ ടീം അർജൻറ്റീന, രണ്ടാമത്തെ ടീം ഫ്രാൻസ്, മൂന്നാമത്തെ ടീം ഇംഗ്ലണ്ട്, നാലാമത്തെ ടീം ജർമ്മനി. എനിക്ക് ഇത്രയും സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ജർമ്മൻ ഫുട്ബോൾ ഫാനാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഞാൻ 4ാമത് ഉൾപ്പെടുത്താൻ കാരണം ഈ ഒരു കളി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് മുൻപത്തെ 5 കിരീടമുണ്ട്, 4 കിരീടമുണ്ട്, 3 കിരീടമുണ്ട്, അത് വെച്ചിട്ടല്ല. പിന്നൊരു കാര്യം ഞാൻ പറയാം, വേൾഡ് കപ്പിൽ ഇത്രയും കളി വെച്ചിട്ട് നിങ്ങളുടെ ബെസ്റ്റ് 4 ടീംസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അടുത്ത വീഡിയോ കാണാൻ